കേരളത്തിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയിട്ടില്ല. SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം തീരുമാനം നാളെ ഉണ്ടായേക്കുമെന്ന് സൂചന പുറത്തു വരുന്നു. ഇതിനിടയിൽ പുതിയ സർക്കാർ എത്താതെ, വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാതെ എങ്ങനെയാണ് SSLC ഫലം പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ ആര് ആ കടമ ഏറ്റെടുക്കും എന്ന ചില ചോദ്യങ്ങൾ ഉയരുകയാണ്. കേരളത്തിൽ അധികാര തർക്കം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇത് പല ഭരണരംഗത്ത് പല തിരിച്ചടിയാകുന്ന സാഹചര്യമുണ്ട്. ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിനെതിരെ UDF-നെതിരെ വലിയ രീതിയിലുള്ള ജനവികാരം ഇളകിക്കഴിഞ്ഞു. ഇത്രയും വലിയൊരു വിജയം ഉണ്ടായിട്ടും എന്തുകൊണ്ട് കോൺഗ്രസിന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല? ജനങ്ങൾ പറയുന്നത് VD സതീശനെ പോലെ നേതൃഗുണമുള്ള ഒരു നേതാവ് ഉണ്ടാകുമ്പോൾ എന്തിന് രണ്ടാമതൊരു ആലോചനയ്ക്ക് കോൺഗ്രസ് നിൽക്കുന്നു? VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. പാർട്ടിക്ക് അതീതമായിട്ടുള്ള ഒരു ജനവികാരം VD സതീശൻ അനുകൂലമാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡ് ഇങ്ങനെ ചർച്ച നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒടുവിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇനി വരുന്ന സർക്കാരിന് എതിരാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ കോൺഗ്രസിലുള്ള UDF-ലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾ എന്നാണ് കണക്കുകൂട്ടൽ. അതിനിടയിലാണ് ഇപ്പോൾ SSLC ഫലപ്രഖ്യാപനത്തിൽ തീരുമാനം എടുക്കാൻ കഴിയാതെ കുഴങ്ങുന്നത്. നാളെ ചേരുന്ന പരീക്ഷാ ബോർഡ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഫലപ്രഖ്യാപനം എപ്പോൾ, ആര് നടത്തണമെന്നതിൽ തീരുമാനമെടുക്കും. സർക്കാർ രൂപീകരണം വൈകുന്നതിനൊപ്പം ഫലപ്രഖ്യാപനവും നീണ്ടുപോകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും. കാരണം ഫലപ്രഖ്യാപനം വൈകിയാൽ അത് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട്, അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും, അധ്യയന വർഷ കാര്യത്തിൽ അടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അത് കുട്ടികൾക്ക്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ തലവേദനയായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. അവരുടെ ഭാവിയെ സംബന്ധിച്ച കാര്യമാണ്. മറ്റ് സിലബസുകളിലെല്ലാം ബലം വന്നുവെങ്കിലും SSLC ബലം വരാത്തതിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വലിയ ആശങ്കയാണ് ഉള്ളത്. എന്തായാലും വെള്ളിയാഴ്ച ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു വി ശിവൻകുട്ടി നേരത്തെ പറഞ്ഞിരുന്നത്. മൂല്യനിർണ്ണയം പൂർത്തിയായി, പരീക്ഷാ ബോർഡ് ചേർന്ന് ഫലം അംഗീകരിച്ച് അന്തിമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ പ്രഖ്യാപിക്കാം. പക്ഷെ പുതിയ സർക്കാർ ഇനിയും അധികാരമേൽക്കാത്ത സാഹചര്യത്തിൽ ആര് ഫലം പ്രഖ്യാപിക്കണമെന്നത് ചോദ്യമാണ്. എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് കേരളത്തിലെ സകല മേഖലകളിലും വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്.